കാറ്റത്തെ കിളിക്കൂടിലെ അടുത്ത ആഴ്ചത്തെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ കോടതിയിലോട്ട് ഡിവോഴ്സ് ചെയ്യാനുള്ള ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാൻ പോയായിരുന്നു. അപ്പം അതിനുശേഷം വക്കീൽ വിളിച്ച പ്രകാരം രണ്ടുപേരും കൂടെ ചെല്ലുന്നുണ്ട്, സുധീഷും നിധിയും കൂടെ. അപ്പം സുധീഷിൻ്റെ ആഗ്രഹം വക്കീലിനെ അറിയിച്ചതുകൊണ്ട് വക്കീൽ പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് നാൾ ഒരുമിച്ചൊന്ന് ജീവിച്ച് നോക്ക്, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിക്ക് അതൊരു സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ വക്കീൽ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. അപ്പം കോടതിക്ക് പുറത്തിറങ്ങുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതിന് നമ്മളെപ്പോഴാണ് പ്രേമിച്ച് നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അറിയുന്ന സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട് നിധിയെടുത്ത്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, എനിക്ക് സുധീഷിനെ ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു തരത്തിലല്ല, ഞാൻ സുധീഷിനെ കണ്ടിട്ടില്ലെന്ന് നിധി പറയുന്നത് നമ്മുടെ സുധീഷാണെങ്കിൽ കേൾക്കുന്നുണ്ട്. അപ്പം സുധീഷ് ആകപ്പാടെ മാനസികമായി ഭയങ്കരമായിട്ട് തകരുന്നുണ്ട്. സുധീഷിന് നിധി അത്രത്തോളം ഇഷ്ടമാണ്. അതിനുശേഷം നമ്മുടെ ഹരീഷാണെങ്കിൽ വന്ന് സുധീഷിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവും കേട്ടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സുധീഷ് നിധിയും കൂടെ ബീച്ചിലൊക്കെ പോകുന്നതാണ്. ബീച്ചിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് സുധീഷ് പറയുന്നുണ്ട്, ഈ ഇന്ത്യ മഹാസമുദ്രം പോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നിധി പറയാണ്, ഇത് അറബിക്കടലാണല്ലോ എന്ന് പറയാണ്. അങ്ങനെ ആകപ്പാടെ സുധീഷ് ചമ്മുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന രണ്ടുപേരും കൂടെ ബേക്കറിയിൽ പോയി ജ്യൂസൊക്കെ കുടിക്കുന്നതാണ്. അപ്പം മുഖത്ത് പറ്റുന്ന സുധീഷിനാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് സുധീഷിന്. അങ്ങനെ സുധീഷിൻ്റെ ഇഷ്ടം നിധിയെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിനെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല, ആ ഒരു രീതിയിലിരിക്കുന്നു. ഇനി രണ്ടുപേരും കൂടെ പ്രണയിക്കുമെന്ന് ഇനി വരും എപ്പിസോഡിൽ അറിയാം. അതിനുശേഷം നമ്മുടെ നിധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. കേക്കൊക്കെ മുറിച്ച് ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ കിളിക്കൂട്ടിൽ വലിയ സന്തോഷങ്ങളൊക്കെ വരുന്നുണ്ട്. ആഘോഷത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷും സുധീഷും നികേഷും എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ കിളിക്കൂട് വീണ്ടും സന്തോഷത്തിലാവുകയാണ്.